ഹിമാചൽ പ്രദേശിൽ സർക്കാർ രൂപീകരണ നീക്കം ആരംഭിച്ച് ബിജെപി. സഭയിൽ വ്യക്തമായ ഭൂരിപക്ഷമുണ്ടെന്ന് ബിജെപിയുടെ ആത്മവിശ്വാസം. സുഖ്വീന്ദർ സിംഗ് സുഖു മന്ത്രിസഭയ്ക്ക് ഭൂരിപക്ഷം നഷ്ടമായെന്നും സർക്കാർ രാജിവെക്കണമെന്നും ബിജെപി ആവശ്യപ്പെട്ടു. രാജ്യസഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ മന്ത്രി വിക്രമാദിത്യ സിംഗ് രാജിവെച്ചു. നിലവിലെ സാഹചര്യത്തിൽ സർക്കാരിനൊപ്പം തുടരാൻ സാധ്യമല്ലെന്നാണ് വിശദീകരണം. വിക്രമാദിത്യ സിംഗ് അടക്കം കൂടുതൽ എംഎൽഎമാർ ബിജെപിയിലേക്ക് എന്ന സൂചനയും ഉണ്ട്. पिछले कुछ दिनों से जो घटनाक्रम विधानसभा के अंदर चल रहा है, उस सारे घटनाक्रम की जानकारी महामहिम राज्यपाल महोदय जी को हमने दी है और खास तौर से जिस तरह से विधानसभा के अध्यक्ष महोदय जी ने विपक्ष के साथ व्यवहार किया है और जो रुख अपनाया है, उस संदर्भ में हमने जानकारी दी है। सरकार बहुत बड़े बहुमत में थी, उसके बावजूद भी जीते हैं और स्वाभाविक रूप से जो जीतने के जो सारी चीजें घटनाक्रम जो घटित हुई हैं सब वहां पर, उसमें अगर हम देखें तो वर्तमान में कांग्रेस की सरकार को सत्ता में रहने का कोई अधिकार नहीं है। വിവരങ്ങൾ നൽകാൻ നന്ദഗോപനുണ്ട്. നന്ദൻ, രാജ്യസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണല്ലോ കോൺഗ്രസിനുള്ളിൽ തന്നെ അട്ടിമറി നടന്നതും അത് കോൺഗ്രസ് സർക്കാരിന് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചതും. ആ ഒരു സാഹചര്യത്തിൽ ബിജെപിയുടെ നീക്കം എങ്ങനെയൊക്കെയാണ്? ഇന്നലെ നടന്ന ഹിമാചൽ പ്രദേശിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ നാടകീയ നീക്കങ്ങളായിരുന്നു നടന്നിരുന്നത്. മുതിർന്ന നേതാവ് മനു അഭിഷേക് സിംഗ്വിക്കുണ്ടായ പരാജയം കോൺഗ്രസിനെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലുണ്ടായിരുന്ന ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസിന് വലിയ തിരിച്ചടി നൽകിക്കൊണ്ടാണ് ഇന്നലെ അവിടെ ബിജെപി സ്ഥാനാർത്ഥിക്ക് ജയമുണ്ടായത്. ഹർഷ് മഹാജൻ 34 വോട്ടുകൾ നേടിയാണ് അവിടെ വിജയിച്ചത്. അവിടെ ഇരു കക്ഷികൾക്കും മനു അഭിഷേക് സിംഗ്വിക്കും അതേപോലെ തന്നെ ഹർഷ് മഹാജനും 34 വോട്ടുകൾ വീതം ലഭിച്ചിരുന്നു. തുടർന്ന് നറുക്കെടുപ്പിലൂടെ ഹർഷ് മഹാജൻ വിജയിയായി പ്രഖ്യാപിക്കുകയായിരുന്നു. തുടർന്ന് വലിയ അപ്രതീക്ഷിത നീക്കങ്ങളാണ് കോൺഗ്രസിനുള്ളിൽ ഉടലെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് അവിടെ ഹിമാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ സുഖ്വീന്ദർ സിംഗ് സുഖുവിനൊപ്പം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് കോൺഗ്രസ് എംഎൽഎമാർ നിലപാടെടുത്തിരിക്കുകയാണ്. ഇന്നലെ 6 എംഎൽഎമാർ ബിജെപി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിന്നിരുന്ന 3 സ്വതന്ത്രരും ബിജെപി അനുകൂലമായി വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് പുറമെ കൂടുതൽ കോൺഗ്രസിന്റെ എംഎൽഎമാർ ബിജെപിയിലേക്ക് എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ഹിമാചൽ പ്രദേശിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വിക്രമാദിത്യ സിംഗ് രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കോൺഗ്രസിന്റെ യുവ നേതാവാണ് അദ്ദേഹം. മാത്രമല്ല 6 തവണ ഹിമാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രിയായിരുന്ന വീരഭദ്ര സിംഗിന്റെ മകനാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മാതാവ് നേരത്തെ ലോക്സഭാ അംഗമായിരുന്നു. ഇങ്ങനെ വലിയ കോൺഗ്രസ് പാരമ്പര്യമുള്ള കുടുംബത്തിലെ അംഗമാണ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്ന വിക്രമാദിത്യ സിംഗ്. അദ്ദേഹത്തിന്റെ രാജിപ്രഖ്യാപനം പെട്ടെന്ന് തന്നെ ഉണ്ടാകുകയായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിനൊപ്പം തന്നെ കൂടുതൽ എംഎൽഎമാർ ഇപ്പോൾ ബിജെപിയിലേക്ക് എന്നുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത്. മാത്രമല്ല ഇതിനോടകം തന്നെ സർക്കാർ ഉണ്ടാക്കുവാൻ തങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട് എന്നുള്ള നിലപാട് ബിജെപി എടുത്തു കഴിഞ്ഞു. മാത്രമല്ല ബഡ്ജറ്റിന്മേൽ വോട്ട് ഉണ്ടാകണമെന്നുള്ള ആവശ്യവുമായി ഇതിനോടകം ബിജെപി ഗവർണറെ സമീപിക്കുന്നു. വലിയ നാടകീയ നീക്കങ്ങളാണ് ഇങ്ങനെ ഹിമാചൽ പ്രദേശിൽ ആകെ ഉണ്ടായിരിക്കുന്നത്. ഇതിനെല്ലാം പുറമെ ഹിമാചൽ പ്രദേശിന്റെ PCC അധ്യക്ഷ പ്രതിഭ സിംഗ് വരെ രാജിവെക്കുമെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതായത് സുഖ്വീന്ദർ സിംഗ് സുഖുവിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാരുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നുള്ളതാണ് ഒരു വിഭാഗം കോൺഗ്രസ് എംഎൽഎമാർ എടുത്തിരിക്കുന്ന നിലപാട്. അവർ എല്ലാവരും ബിജെപിയിലേക്ക് എന്നുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത്. അങ്ങനെയെങ്കിൽ ഉടൻ തന്നെ അവിടെ സർക്കാർ രൂപീകരണത്തിനുള്ള നീക്കങ്ങൾ ഇതിനോടകം തന്നെ ബിജെപി ആരംഭിച്ചു. ഇനി ഗവർണറെ കണ്ട് ഈ ഭൂരിപക്ഷം തെളിയിക്കുക എന്നുള്ള ഒരു കാര്യമാണ് ഇനി ബിജെപിക്ക് മുമ്പിലുള്ളത്. ഉടൻ തന്നെ അത്തരം നടപടികളിലേക്ക് നീങ്ങുമെന്നുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത്. ഒട്ടും സമയം കളാതെ ബിജെപി അത്തരത്തിൽ സർക്കാർ രൂപീകരണ നീക്കം തിരക്കിട്ട് നടത്തുമ്പോൾ നന്ദൻ, DK ഒപ്പം തന്നെ ഭൂപിന്ദർ സിംഗ് ഹുഡയുമാണല്ലോ അവിടെ അന്വയത്തിനായിട്ട് ഹൈക്കമാൻഡ് നിയോഗിച്ചിരിക്കുന്നത്. അവർ ഏത് രീതിയിലുള്ള നീക്കം നടത്തുന്നു എന്നുള്ളതാണ്. കാരണം സുഖ്വീന്ദർ സിംഗ് സുഖുവിനെ മാറ്റണമെന്ന് വിമതർ മാത്രമല്ല മറ്റ് 26 എംഎൽഎമാർക്ക് ഇതേ ആവശ്യം തന്നെയാണെന്ന് എന്ന് വിമതർ മുന്നോട്ട് വയ്ക്കുന്നു. പക്ഷേ സുഖ്വീന്ദർ സിംഗ് സുഖുവിനെതിരെയും എന്തെങ്കിലും ഒരു നീക്കം നടത്താൻ ഹൈക്കമാൻഡ് നിയോഗിച്ച മുതിർന്ന നേതാക്കൾക്കാകുമോ എന്നുള്ളതാണ്. കാരണം സുഖു വിഭാഗം അപ്പോഴേക്കും ഇടയില്ലേ. അങ്ങനെ വലിയൊരു പ്രതിസന്ധിയിലേക്കാണല്ലോ അവിടെ ചെന്നെത്തിയിരിക്കുന്നത് കോൺഗ്രസിന് കാര്യങ്ങൾ.
ഹിമാചൽ പ്രദേശിൽ മാത്രമാണ്. ഈ ഹിമാചൽ പ്രദേശിലും വളരെ നാടകീയമായ നീക്കങ്ങൾ നടക്കുന്നു. ഇത് നിരീക്ഷിക്കുവാൻ വേണ്ടി കേന്ദ്ര നിരീക്ഷകരായ 2 പേർ കോൺഗ്രസ് നിയോഗിച്ചിട്ടുണ്ട്. കർണാടക ഉപമുഖ്യമന്ത്രിയായ DK ശിവകുമാറിനെയും അതേപോലെ തന്നെ ഭൂപേന്ദ്ര സിംഗ് ഹുഡയെയുമാണ് നിയോഗിച്ചിട്ടുള്ളത്. ഇവർ ഇതിനോടകം തന്നെ സംസ്ഥാനത്തെ കാര്യങ്ങൾ നിരീക്ഷിച്ച് വിലയിരുത്തുകയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പല MLA-മാരുമായി അവർ ഇതിനോടകം തന്നെ കൂടിക്കാഴ്ച നടത്തുകയും അതേപോലെ തന്നെ പലരുമായും ടെലിഫോൺ സംഭാഷണത്തിൽ ഏർപ്പെടുകയും ചെയ്തു. എന്നാൽ ഒരു തരത്തിലും MLA-മാർ അനുനയത്തിലേക്ക് ഇല്ല എന്നുള്ള, അല്ലെങ്കിൽ കോൺഗ്രസ് ഇനി മുന്നോട്ട് വെക്കുന്ന വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് വഞ്ചിതരാകാനില്ല എന്നുള്ള നിലപാടാണ് പല MLA-മാരും സ്വീകരിച്ചത്. സ്വാഭാവികമായും ഇനി അവിടെ ഈ കേന്ദ്ര നിരീക്ഷകർ എന്ന് പറഞ്ഞെത്തിയ DK ശിവകുമാറിനും അതേപോലെ തന്നെ ഹുഡയ്ക്കും കാര്യമായ ഒന്നും തന്നെ അവിടെ ചെയ്യാനില്ല എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ വ്യക്തമാക്കുന്നത്. കാരണം ഇതിനോടകം തന്നെ അവിടെ MLA-മാർ, കോൺഗ്രസിന്റെ MLA-മാർ ഇതിനോടകം തന്നെ തീരുമാനം എടുത്തു കഴിഞ്ഞു. അതിനാൽ തന്നെ അവിടെ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി BJP അധികാരത്തിലേക്ക് എത്തുവാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. 68 MLA-മാരാണ് മൊത്തത്തിലുള്ളത്. ഇതിൽ 34 പേർ കോൺഗ്രസിനെ അനുകൂലിക്കുന്നു. ഇതിൽ 6 പേർ ഇന്നലെ തന്നെ കൂറുമാറി BJP-ക്കൊപ്പം ചേർന്നുകൊണ്ട് BJP-യുടെ രാജ്യസഭ സ്ഥാനാർത്ഥിക്കായി വോട്ട് ചെയ്തിരുന്നു. ഒപ്പം തന്നെ കോൺഗ്രസിനൊപ്പം നിന്ന 3 സ്വതന്ത്ര MLA-മാരും BJP-ക്കൊപ്പം വന്നു. അങ്ങനെ BJP-ക്ക് ഇപ്പോൾ നിലവിൽ 34 സംഖ്യയാണ്, അല്ലെങ്കിൽ 34 പേരുടെ പിന്തുണയുണ്ട്. 34 പേരുടെ പിന്തുണയുണ്ട് എന്ന് കോൺഗ്രസും അവകാശപ്പെട്ടിരുന്നു. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ 34 പേരുടെ പിന്തുണയായിരുന്നു കോൺഗ്രസിന് ലഭിച്ചിരുന്നെങ്കിൽ ആ ഭൂരിപക്ഷം ഇനിയും കുറയുവാനുള്ള സാധ്യത. കാരണം ഇതിനോടകം തന്നെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും അതേപോലെ തന്നെ യുവരക്തവുമായ വിക്രമാദിത്യ സിംഗ് രാജിവെച്ച സ്ഥിതിവിശേഷമുണ്ട്. അദ്ദേഹത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് കൂടുതൽ MLA-മാർ BJP-യിലേക്ക് എന്നുള്ള സൂചനകളുണ്ട്. മാത്രമല്ല വിക്രമാദിത്യ സിംഗ് തന്നെ BJP-യിലേക്ക് എത്തുമെന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. ഇത് കൂടാതെ തന്നെ അവിടുത്തെ PCC അധ്യക്ഷ പ്രതിഭ സിംഗും രാജിക്ക് തയ്യാറായി നിൽക്കുന്നു എന്നുള്ള വിവരങ്ങളും ലഭ്യമാകുന്നുണ്ട്. ഇങ്ങനെ ആകെ കോൺഗ്രസിൽ ഹിമാചൽ പ്രദേശിൽ ആകെ ഭരണമുള്ള ഏക സംസ്ഥാനം കൂടി കൈവിട്ടു പോകും എന്നൊരവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തിച്ചേർന്നത് രാവിലെ നന്ദൻ ഇത് റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ സൂചിപ്പിച്ചിരുന്നു. സംഘടനാ സംവിധാനത്തിന്റെ വലിയ പിഴവാണ് ഈ രാഹുലിന്റെ 2ാം വട്ടയും ആരംഭിച്ച ജോഡോ യാത്രയുണ്ടല്ലോ, അതിലേക്ക് സംഘടനാ സംവിധാനം ഒട്ടാകെ അതിലേക്ക് ശ്രദ്ധ ചെലുത്തുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ ഈ സംസ്ഥാനങ്ങളിൽ വരുന്ന മാറ്റങ്ങളൊന്നും, ഭരണം കൈയാളുന്ന സംസ്ഥാനങ്ങളിലും മറ്റു വരുന്ന മാറ്റങ്ങളൊന്നും അറിയാൻ സാധിക്കാത്ത എന്നൊരു വിമർശനമുണ്ട്. ഇന്ത്യ മുന്നണിയിലും ഇത് കോൺഗ്രസിന് വലിയ രീതിയിൽ ഈ ഒരു സാഹചര്യം, ഹിമാചലിലെ സാഹചര്യം തിരിച്ചടിയാകുമെന്നുള്ളതാണ്. പക്ഷേ ഈ ജോഡോ യാത്ര കൊണ്ടും കാര്യമായ പ്രയോജനമൊന്നുമില്ല എന്നുള്ളതാണ്. കാരണം ജോഡോ യാത്ര എത്തിച്ചേരുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ കോൺഗ്രസിന് വലിയ രീതിയിൽ ഈ മുന്നണിയിലെ ഘടകകക്ഷികളിൽ നിന്ന് തന്നെ തിരിച്ചടി ഉണ്ടാകുന്ന സാഹചര്യവുമുണ്ട്. ലക്ഷ്മി, വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ അധികാരത്തിലേക്ക് വരാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയായിരുന്നു കോൺഗ്രസിന്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ. ഇതിന്റെ ഭാഗമായാണ് ജോഡോ യാത്രയും മറ്റും സംഘടിപ്പിച്ചത്. മാത്രമല്ല മണിപ്പൂരിൽ നിന്ന് ജോഡോ യാത്ര സംഘടിപ്പിച്ചപ്പോൾ, അല്ലെങ്കിൽ അതിന്റെ ആരംഭം മണിപ്പൂരിൽ നിശ്ചയിച്ചപ്പോൾ അതിന് വ്യക്തമായ രാഷ്ട്രീയ ഉദ്ദേശം കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ടായിരുന്നു. അതായത് ന്യൂനപക്ഷ വോട്ടുകൾ, മണിപ്പൂരിലെ നിലവിലെ സാഹചര്യങ്ങളൊക്കെ അത് രാജ്യത്താകെ പ്രതിഫലിച്ചുകൊണ്ട് ഇതെല്ലാം അനുകൂല ഘടകമായി വരുമെന്നുള്ളതായിരുന്നു കോൺഗ്രസിന്റെ നിരീക്ഷണം. എന്നാൽ പലപ്പോഴും കോൺഗ്രസിനെ ഞെട്ടിച്ചുകൊണ്ട് പലയിടങ്ങളിൽ, പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ നിന്നടക്കം വലിയ കുഴിഞ്ഞുപോക്ക് BJP-യിലേക്ക്, കോൺഗ്രസിൽ നിന്നും BJP-യിലേക്ക് ഉണ്ടായതോടുകൂടി രാജ്യത്താകെ കോൺഗ്രസ് ആകെ ഒരു ശിഥിലമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു എന്നാണ് വേണം വിലയിരുത്തുവാൻ വേണ്ടി. രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുമ്പോൾ ഇതുവരെയായിട്ടും കോൺഗ്രസ് നേരിട്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ പരാജയം, അല്ലെങ്കിൽ ഏറ്റവും വലിയ അധപ്പതനമാണ് ഇപ്പോൾ നിലവിൽ കോൺഗ്രസ് നേരിട്ടുകൊണ്ട് ഇരിക്കുന്നത് എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ വ്യക്തമാക്കുന്നത്. ഇതിന്റെ ആകെ പ്രതിഫലനം ഇന്ത്യ സഖ്യത്തിലും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് കോൺഗ്രസ് മുൻകൈ എടുത്തുകൊണ്ട് രൂപീകരിച്ച ഇന്ത്യ സഖ്യം, അതിന്റെ തലതൊട്ടപ്പനായി വന്ന നിതീഷ് കുമാർ അടക്കം ഇപ്പോൾ BJP-യുടെ ഒപ്പം ചേർന്നുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നു. BJP-യുടെ ഒപ്പം ചേർന്നുകൊണ്ട് ഇപ്പോൾ ബീഹാർ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തരമുള്ള സാഹചര്യങ്ങൾ ഈ കഴിഞ്ഞ കുറച്ച് നാളായി കനത്ത തിരിച്ചടിയാണ് കോൺഗ്രസ് എല്ലാ സംസ്ഥാനങ്ങളിലും നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൽ ഒരു അല്പം ആശ്വാസം ഉണ്ടായിരുന്നത് ഹിമാചൽ പ്രദേശിൽ മാത്രമായിരുന്നു. ഉത്തരേന്ത്യയിൽ ആകെ അധികാരമുള്ള സംസ്ഥാനം, കോൺഗ്രസിനാകെ അധികാരമുള്ള സംസ്ഥാനം അത് ഹിമാചൽ പ്രദേശ് മാത്രമായിരുന്നു. അവിടെയായിരുന്നു കോൺഗ്രസിന് അല്പം പ്രതീക്ഷയും ആശ്വാസമുള്ളത്. എന്നാൽ അവിടെയും പൂർണ്ണമായും അവിടുത്തെ ജനങ്ങളും അതേപോലെ തന്നെ സംവിധാനങ്ങളും ഒക്കെ തന്നെ, സംഘടനാ സംവിധാനങ്ങളുടെ പോരായ്മകളും ഒക്കെ തന്നെ കൈവിട്ട ഒരു സ്ഥിതിവിശേഷമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. കനത്ത തിരിച്ചടിയാണ് കോൺഗ്രസിന് ഇപ്പോൾ ഹിമാചൽ പ്രദേശിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി മന്ത്രിയുടെ രാജിയടക്കം, യുവ നേതാവിന്റെ രാജിയടക്കം അത് കോൺഗ്രസിനെ വലിയ രീതിയിൽ പിടിച്ച് ഉലച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇനി ഭാവി എന്ത് എന്നുള്ള ചോദ്യ
ചോദ്യചിഹ്നം ഇട്ടുകൊണ്ട് നിൽക്കുകയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. അവരുടെ അവസ്ഥ അത് തന്നെയാണ് എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ വ്യക്തമാക്കുന്നത്. മാത്രമല്ല ഇന്ത്യ സഖ്യത്തിന്റെ വലിയ പരാജയത്തിന്റെ ആഘാതം കൂട്ടുന്ന ഒരു നിലപാട് അല്ലെങ്കിൽ അത്തരമൊരു സന്ദർഭം കൂടിയാണ് ഇപ്പോൾ ഹിമാചൽ പ്രദേശിൽ ഉടലെടുത്തിരിക്കുന്നത്. ഈ സഖ്യത്തിന്റെ പൂർണ്ണമായ ഒരു തകർച്ചയിലേക്ക് ഈ ഹിമാചൽ പ്രദേശിലെ ഇപ്പോൾ നിലവിലെ കോൺഗ്രസിന്റെ നിലപാട് അത് വഴിവെക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് ഇതിനോടകം തന്നെ ഒരു പ്രമുഖ നേതാവ് അല്ലെങ്കിൽ മന്ത്രിയായ വിക്രമാദിത്യ സിംഗ് രാജിവെച്ചു. പ്രത്യേകിച്ച് PCC അധ്യക്ഷ പ്രതിഭാ സിംഗ് രാജിവെക്കാൻ തയ്യാറെടുക്കുന്നു തുടങ്ങിയ കോൺഗ്രസിൽ വളരെ ചടുലമായ നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്രതീക്ഷിതമായ നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ പ്രത്യേക ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്ന ഈ പ്രതിസന്ധിയെ എങ്ങനെ തരണം ചെയ്യണമെന്ന് കോൺഗ്രസിന്റെ നേതൃത്വം ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ മുന്നോടിയായിട്ടാണ് രണ്ടുപേരെ നിരീക്ഷകർ എന്ന നിലയിൽ DK ശിവകുമാർ അടക്കമുള്ളവരെ ഇപ്പോൾ ഹിമാചൽ പ്രദേശിലേക്ക് കോൺഗ്രസ് അയച്ചിരിക്കുന്നത്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ പാർട്ടിയിലെ യുവരക്തം വിക്രമാദിത്യ സിംഗ് മന്ത്രിസ്ഥാനം രാജിവെച്ചു. അദ്ദേഹം അടക്കം കൂടുതൽ MLA-മാർ BJP-യിലേക്ക് എന്നുള്ളതാണ് സൂചന. നിലവിലെ സാഹചര്യത്തിൽ സർക്കാരിനൊപ്പം തുടരാൻ സാധ്യമല്ലെന്നാണ് വിക്രമാദിത്യ സിംഗിന്റെ വിശദീകരണം. ആ വാക്കുകളിലേക്ക്. वर्तमान परिस्थिति में मेरा इस सरकार में बने रहना ठीक नहीं है, इसलिए आज मैंने ये निर्णय लिया है that I am resigning from the Council of Ministers. आने वाले समय में with due consultation with our people मैं सबसे बात करूंगा. जो हमारे चाहने वाले हैं, हमारे लोग हैं, हमारे समर्थक हैं, उनके साथ बात करके, उनके साथ चर्चा करके, उनके साथ विचार विमर्श करके आने वाले समय में फ्यूचर कोर्स ऑफ एक्शन को जो है वो डिसाइड किया जाएगा.